നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 25 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബ ബന്ധുജനങ്ങളുമായി കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സം, അപമാനം, ധനപരമായ ക്ലേശം, രോഗാതി ദുരിതം എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു. അനാവശ്യ ബന്ധങ്ങൾ മൂലം മാനഹാനി ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിലിൽ വിജയം, ഉന്നത സ്ഥാനപ്രാപ്തി, സർക്കാരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, കീർത്തി എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുവാൻ അവസരം ലഭിക്കും. പരിശ്രമങ്ങൾ വിജയം കാണുന്ന ദിവസമാണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനും കുടുംബ ഐശ്വര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആടയാഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വർധനവ്, ദാമ്പത്യ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും. സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സ്ത്രീകൾ മൂലം ദുരിതങ്ങൾ, മാനഹാനി, ധനനഷ്ടം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ ചെയ്യുന്നവർക്ക് യാത്രാക്ലേശം അനുഭവപ്പെടാനും ഇടയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റാൻ ഇടയുണ്ട്. തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലസത, അപവാദം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. രോഗശാന്തി, ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നുള്ള മോചനം, കുടുംബജീവിത സൗഖ്യം, തൊഴിൽ വിജയം, സാമ്പത്തിക ഉന്നതി എന്നിവ ലഭിക്കും. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഐശ്വര്യപൂർണമായ ദിനം പ്രതീക്ഷിക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മാനസിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ ക്ലേശങ്ങൾ, രോഗാതി ദുരിതം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുമായോ സന്താനങ്ങളുമായോ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ധനനഷ്ടം, അപമാനം എന്നിവ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. ധനനേട്ടം, തൊഴിൽ വിജയം, വാഹനഭാഗ്യം, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം നല്ല ഫലം നൽകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. എന്ത് ജോലി ചെയ്താലും അതിനെല്ലാം മാനസികമായ തൃപ്തിക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അന്യദേശവാസം അനുഭവത്തിൽ വരുമെങ്കിലും അതിനൊന്നും ഒരു സ്ഥിരത ഉണ്ടാകില്ല. മനഃശാന്തി കുറയുന്നതിനെ ശ്രദ്ധയോടെ നേരിടണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും വാഹന ഭാഗ്യം ലഭിക്കുവാനും സാധ്യതയുണ്ട്. സ്ഥാനപ്രാപ്തി, ധനനേട്ടം, വ്യവഹാര വിജയം, ശത്രുഹാനി, ദാമ്പത്യ ഐക്യം എന്നിവയുണ്ടാകും. അനുകൂലമായ ദിവസമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കുവാൻ അപേക്ഷകർക്ക് അത് കിട്ടുവാനുമുള്ള യോഗം കാണുന്നു. തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതി ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം അപവാദം, ധനനഷ്ടം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായ ആഡംബരപ്രിയം വരവിനേക്കാൾ ചെലവുണ്ടാക്കും. അന്യബന്ധം മൂലം കുടുംബത്തിൽ അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം.